ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെൻ ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ നോമ്പിന്റെ 3-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വീണ്ടും ഒരു വലിയ നോമ്പിന്റെ കാലഘട്ടത്തിലായിരിക്കുന്നു. അതിനായി നാം നമ്മുടെ മനസ്സും ശരീരവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിൽ അനുഷ്ഠിതമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൂടെയും നാം ജീവിതത്തെ പാകപ്പെടുത്തുന്നു. നോമ്പ് എന്നത് പൂർണ്ണതയുടെ ഒരു അനുഭവമാണ്. ജീവിതത്തിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആരുടെയെങ്കിലും സങ്കടങ്ങൾ മാറ്റുവാൻ അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോഴാണ് യഥാർത്ഥ നോമ്പ് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. വലിയ നോമ്പിന്റെ 3-ാം ആഴ്ചയിലെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു ഭാഗം. ധ്യാന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പാപമോചനവും സൗഖ്യവും നൽകുന്ന യേശുക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് ഹു ഗീവ്സ് ഹീലിംഗ് ആൻഡ് റിഡംഷൻ ഫ്രം സിൻ. യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തുവിന്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ പ്രത്യേകത എന്തെന്നാൽ അത് കേവലം ശാരീരിക വിടുതൽ മാത്രമായിരുന്നില്ല, മറിച്ച് ആത്മീയമായ ഒരു വിടുതൽ കൂടി അതിൽ അടങ്ങിയിരിക്കുന്നു. കർത്താവ് നൽകുന്ന വിടുതൽ എപ്പോഴും പൂർണ്ണതയുള്ളതായിരുന്നു. ദൈവകൽപ്പനയുടെ ലംഘനമായിരുന്നു പാപം. ദൈവം പാപിയെ സ്നേഹിക്കുവാനും പാപത്തെ വെറുക്കുവാനും പഠിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ യേശു പാപികളെയും ചുങ്കക്കാരെയും സ്നേഹിച്ചിരിക്കുന്നു എന്ന് കാണാൻ നമുക്ക് സാധിക്കും. സമൂഹം അകറ്റി നിർത്തിയവരെ വീണ്ടെടുത്ത് അവരിൽ പാപബോധം വരുത്തി അവർക്ക് രക്ഷയുടെ അനുഭവം ഒരുക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ പക്ഷപാതക്കാരൻ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് കാരണം അവന്റെ പാപങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിന് നടുവിലാണ് യേശു മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത്. ശാസ്ത്രിമാരടക്കം ഇവിടെ യേശുവിനെ ചോദ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രോഗാവസ്ഥ ദൈവകോപമാണെന്നുള്ള പൊതുസങ്കല്പത്തെ പാടെ തച്ചുടയ്ക്കുകയാണ് ഇവിടെ. സമൂഹം പാപിയായി കണ്ടിരുന്ന പക്ഷപാതക്കാരനെ അവന്റെ പാപങ്ങളെ മോചിച്ച് ഒരു പുതിയ ജീവിതത്തെ നൽകുന്ന ക്രിസ്തു. 4 ആളുകൾ ചേർന്ന് പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് അവന്റെ പാപങ്ങളെ മോചിച്ച് സൗഖ്യപ്പെടുത്തുന്ന ക്രിസ്തു. ഈ നോമ്പിന്റെ കാലത്ത് നമുക്കും ആരെയെങ്കിലുമൊക്കെ ചേർത്ത് പിടിച്ച് അവരുടെ മുറിവിന് മരുന്നാകാൻ പറ്റുമെങ്കിൽ അതാണ് നോമ്പിന്റെ പൂർണ്ണത. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അതുപോലെ ആവശ്യത്തിലും സങ്കടങ്ങളിലും മുറിവേറ്റിരിക്കുന്നവർക്കാണ് ചേർത്ത് നിർത്തലിന്റെ ആവശ്യം. പാപി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ക്രിസ്തുവിന്റെ അനുരൂപിയായി ഒരാളെയെങ്കിലും ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നോമ്പ് അർത്ഥപൂർണമാകുന്നത്. കർത്താവിനോട് ചേർന്നുള്ള ഒരു നോമ്പുകാലം പീഡിതരെ ചേർത്ത് നിർത്തുന്ന ഒരു നോമ്പുകാലമായിരിക്കാൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം.